എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ട്രൂവനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രുതി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രോനൗൺസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നൗണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് പ്രോനൗൺ എന്നുള്ളത് നമുക്ക് നോക്കാം. നൗൺ എന്തായിരുന്നു? നാമം. ഓക്കെ, ഇനി ഈ നൗണിൻ്റെ സ്ഥാനത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു വാക്കുകളെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയാം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അരുൺ ഈസ് ഡാൻസിങ്. പിന്നെ ഞാൻ പറയുമ്പോൾ ഞാൻ അരുൺ എന്ന് പറയാണ്ട് ഞാൻ എന്ത് പറയും? അരുൺ എന്നുള്ള പേര് മാറ്റി വെച്ചിട്ട് ഹീ എന്ന് യൂസ് ചെയ്യും അല്ലേ? ഹീ ഈസ് റൈറ്റിംഗ്, ഹീ ഈസ് വർക്കിംഗ് എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അരുൺ എന്നുള്ള പേര് മാറ്റി നമ്മൾ എന്താ യൂസ് ചെയ്തേ? ഹീ എന്ന് പറഞ്ഞ് യൂസ് ചെയ്തു അല്ലേ? അപ്പോൾ അതേപോലെ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്മുടെ കുഞ്ഞു കുഞ്ഞു വാക്കുകളെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുക. പ്രോനൗൺ, നൗണിൻ്റെ സ്ഥാനത്ത് യൂസ് ചെയ്യുന്ന വാക്കിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രോനൗൺ എന്ന് പറയുക. എന്തിനു വേണ്ടിയിട്ടാ? റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ ആലോചിച്ച് നോക്കി, ഏതൊക്കെയായിരിക്കും? ഹീ നമുക്ക് പറയാം, ഷീ പറയാം അല്ലേ? ഇപ്പൊ ദേവികയ്ക്ക് പകരം പിന്നീട് ഞാൻ പറയുമ്പോൾ ഞാൻ ഷീ വെച്ചിട്ടായിരിക്കും പറയാം അല്ലേ? അപ്പൊ അതേപോലെ തന്നെ വി, ഐ, ഇതൊക്കെയാണ് നമ്മുടെ പ്രോനൗണിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരിക. നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രോനൗണും ഇതേപോലെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ പ്രോനൗണും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. കാരണം എക്സാമിന് ചിലപ്പോൾ എന്താ പറയുക, പൊസസീവ് പ്രോനൗൺ കൊടുത്തിട്ട് അല്ലെങ്കിൽ ദിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോനൗൺ ഡെമോൺസ്ട്രേറ്റീവ് ആണോ അല്ലെങ്കിൽ റിഫ്ലെക്സീവ് ആണോ എംഫാറ്റിക് ആണോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഓരോ പ്രോനൗണും ഏതിൻ്റെ കീഴിൽ വരുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് പേഴ്സണൽ പ്രോനൗൺ. എന്താണ് പേഴ്സണൽ പ്രോനൗൺ? അപ്പോൾ ഇതിന് നമ്മൾ വേറൊരു പേരും കൂടെ പറയും, സബ്ജക്റ്റീവ് പ്രോനൗൺ. എന്താണ്? സബ്ജക്റ്റീവ് പ്രോനൗൺ. ഇവിടെ നോക്കി ആരൊക്കെയുണ്ട്? ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ശ്രദ്ധയോടെ പഠിക്കണം. സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോനൗൺ, അതായത് ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് അല്ലേ? അപ്പോൾ സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഐ ആം ശ്രുതി, അപ്പോൾ അതിൽ ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാണ് അല്ലേ? അതേപോലെ തന്നെ യു ആർ കമ്മിങ്, ഓക്കെ, ദേ ആർ റൈറ്റിംഗ്, വി ആർ ലേണിംഗ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് പറയുന്ന പ്രോനൗണിയാണ് നമ്മൾ എന്ത് പറയുക? പേഴ്സണൽ പ്രോനൗൺ. അപ്പോൾ അതിൽ ആരൊക്കെ വരും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. സബ്ജക്റ്റീവ് എന്നുള്ള രീതിയിൽ തന്നെ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന പ്രോനൗൺ ആണ് ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ സബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്. ഇനി അടുത്ത് നോക്കിയേ, ഒബ്ജക്റ്റീവ് പ്രോനൗൺ. ഒബ്ജക്റ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഐ സബ്ജക്റ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മീ എന്ന് വരും. ഐക്ക് പകരം മീ ആവും. യു തന്നെയായിരിക്കും കേട്ടോ. ദേ ആണെങ്കിൽ ദെം, വി ആണെങ്കിൽ അസ്, ഹി ആണെങ്കിൽ ഹിം. ഓക്കെ, അങ്ങനെ പറയുന്ന പ്രോനൗണിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് പ്രോനൗൺ എന്ന് പറയാം. അപ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ട് എല്ലാവരും പഠിച്ചേക്കുക. ഏതൊക്കെയാണ് സബ്ജക്റ്റീവ് പ്രോനൗൺ, ഏതൊക്കെയാണ് ഒബ്ജക്റ്റീവ് പ്രോനൗൺ എന്ന് വളരെ കറക്റ്റായിട്ട് പഠിച്ചു പോവാം കേട്ടോ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്, തെറ്റേണ്ട കാര്യമില്ല. കാരണം വി ആർ കമ്മിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ വി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആയിട്ടാണ്. അപ്പോൾ വിയുടെ ഒബ്ജക്റ്റീവ് പ്രോനൗൺ ചോദിക്കുകയാണെങ്കിൽ അസ്സാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മുടെ പൊസസീവ് പ്രോനൗൺസ്. അതിൽ ആരൊക്കെ വരും? മൈൻ, യുവേഴ്സ്, ഹിസ്, ദെയേഴ്സ്, അവേഴ്സ്. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവസാനം ഒരു എസ് ഒക്കെ കൂടി വരുന്ന ആൾക്കാരാണ് അല്ലേ? ദെയേഴ്സ്, അവേഴ്സ്. പൊസസീവ് പ്രോനൗൺ, പൊസസീവ് അല്ലേ? നമ്മൾ പലരും പൊസസീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ? പൊസസീവ് പ്രോനൗൺ. അപ്പോൾ അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റേതാണ്, നിൻ്റേതാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോനൗൺ ആണ് പൊസസീവ് പ്രോനൗൺ. ഓക്കെ, അപ്പോൾ പഠിച്ചു വെച്ചേക്കുക. പേഴ്സണൽ പ്രോനൗൺ ഉണ്ട്. പേഴ്സണൽ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ അത് സബ്ജക്റ്റീവ് രീതിയിലായിരിക്കും നമ്മൾ എഴുതുക അല്ലേ? ഐ, പിന്നെ വി, ഹി, ഷീ, ഇറ്റ് എന്നൊക്കെ പറയണ പോലെ. പിന്നെ ഇതാ പഠിച്ചേ ഒബ്ജക്റ്റീവ് പ്രോനൗൺ. അപ്പോൾ ഐ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണോ? അല്ല. എന്ത് പറയണം? മീ എന്ന് വേണം പറയാനായിട്ട്. പിന്നെ യു എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് പ്രോനൗൺ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഈ യു എന്ന് പറഞ്ഞിട്ടുള്ള ആള് സബ്ജക്റ്റീവായിട്ടും അതായത് പേഴ്സണൽ പ്രോനൗൺ ആയിട്ടും ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആയിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദേ എന്തായിട്ട് വരും? ദെം ആയിട്ട് വരും. വി അസ്സായിട്ട് വരും. ഹി ഹിം ആയിട്ട് വരും. ഷീ ഹെർ ആയിട്ട് വരും. ഇറ്റ് ആയിട്ട് വരും അല്ലേ? ഇനി പൊസസീവ് പ്രോനൗൺസ് നോക്കിയേ. മൈൻ, യുവേഴ്സ്, ഹിസ്, ദെയേഴ്സ്, അവേഴ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ എസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ മാറിപ്പോരുത്, പഠിക്കുന്നത് നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു പോവാം.
ഓക്കെ, അപ്പോൾ നമ്മൾ 3 ഡിസ്കസ് ചെയ്തു. ഇനി 4ാമത്തെ നോക്കാം. 4ാമത്തെയാണ് നമ്മുടെ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ. ആരാണ്? ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ. ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. നമ്മളിങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോനൗണിനെയാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ എന്ന് പറയാം. എക്സാമ്പിൾ, ദിസ് ഇസ് എ പെൻ, ദാറ്റ് ഇസ് എ ബുക്ക് എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, ദീസ് ആർ ഗേൾസ്, ദോസ് ആർ ബോയ്സ്. ഓക്കെ, അപ്പോൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോനൗൺസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ്. ഇത്രയും എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാൽ, പേഴ്സണൽ പ്രോനൗൺ ആയിരുന്നു സബ്ജക്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഐ, വി, ഹി, ഷീ, ഇറ്റ് അല്ലേ. ഇനി ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴോ അതിന് പറ്റുമോ? ഇല്ല. മീ, യു, ദെം, അസ് എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ പൊസസീവ് പ്രോനൗൺ, അവൻ്റേത്, അവളുടേത് എന്നൊക്കെ പറയുമ്പോൾ ഹിസ് അല്ലേ. പിന്നെ യുവേഴ്സ്, ദയേഴ്സ്, ഒരു എസ് ചേർക്കുന്നുണ്ട്, അവേഴ്സ്, മൈൻ, എൻ്റേത്. അപ്പോൾ ഇതൊക്കെ പൊസസീവ് പ്രോനൗണിൻ്റെ കേസിൽ വരും. ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോനൗൺസ് അല്ലേ. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഓക്കെ, ഇനി 5ാമത്തെ നോക്കിയേ, റെസിപ്രോക്കൽ പ്രോനൗൺ. റെസിപ്രോക്കൽ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ് ഈച്ച് അതർ, വൺ അനദർ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ ഈച്ച് അതർ, വൺ അനദർ. ഇവിടെ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമുണ്ട്, 2 പേര് വരുമ്പോഴാണ് നമ്മൾ ഈച്ച് അതർ യൂസ് ചെയ്യുക. 2 പേര് വരുമ്പോഴാണ് ഈച്ച് അതർ യൂസ് ചെയ്യുക. വൺ അനദർ എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ വരുന്ന കേസുകളാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? വൺ അനദർ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ മോർ ദാൻ 2 ആണെങ്കിൽ നമ്മൾ എന്ത് പറയണം? അവിടെ ഈച്ച് അതർ പറയരുത്, അവിടെ എന്ത് പറയണം? വൺ അനദർ വേണം പറയാനായിട്ട്. കിട്ടുന്നുണ്ടോ? അതാണ് നമ്മുടെ റെസിപ്രോക്കൽ പ്രോനൗൺ. ഈ 2 ആൾക്കാരെന്ന് പഠിച്ചു പോയ ഈച്ച് അതറും ഉണ്ട്, വൺ അനദറും ഉണ്ട്. ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ 2 പേര്, വൺ അനദർ എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? വൺ അനദർ യൂസ് ചെയ്യുക. ഓക്കെ, സെറ്റ് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്തതാണ് നമ്മുടെ റിഫ്ലെക്സീവും അതേപോലെ തന്നെ എംഫാറ്റിക്. ഓക്കെ, അപ്പോൾ റിഫ്ലെക്സീവിൻ്റെ വേറെ പേരല്ല കേട്ടോ എംഫാറ്റിക്. റിഫ്ലെക്സീവും ഉണ്ട്, എംഫാറ്റിക്കും ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ പഠിക്കാൻ കുറച്ച് സുഖമാണ്. കാരണം നമുക്ക് ഈ സെൽഫ് വെച്ചിട്ട് പഠിച്ചാൽ മതി കേട്ടോ. സെൽഫ് അല്ലെങ്കിൽ സെൽഫ്സ് എന്നുള്ള വാക്ക് കൂടെ ഉണ്ടാവും. മൈ സെൽഫ്, യോർ സെൽഫ്, ഹിം സെൽഫ്, ഹേർ സെൽഫ്, പ്ലൂറലായപ്പോൾ കണ്ടോ, ദെം സെൽഫ്സ് പ്ലൂറലായി, അവർ സെൽഫ്സ്, ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സെൽഫ് വെച്ചിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? റിഫ്ലെക്സീവ് പ്രോനൗൺ എന്നും എംഫാറ്റിക് പ്രോനൗൺ എന്നും പറയാം. ഈ പേര് കേട്ടിട്ട് പേടിക്കേണ്ട കാര്യമില്ല, ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പോൾ എക്സാമിന് ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഇത് റിഫ്ലെക്സീവ് പ്രോനൗൺ ആണോ അല്ലെങ്കിൽ എംഫാറ്റിക് പ്രോനൗൺ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, റിഫ്ലെക്സീവ് പ്രോനൗണിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ ഹേർട്ട് മൈസെൽഫ്. ഇങ്ങനെ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് എക്സാമിന് തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് റിഫ്ലെക്സീവ് ആണോ എംഫാറ്റിക് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമ്മൾ ചെയ്യേണ്ടത്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സെൽഫ് വെച്ചിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറഞ്ഞിട്ടുള്ള റിഫ്ലെക്സീവ് പ്രോനൗൺ അല്ലെങ്കിൽ എംഫാറ്റിക് പ്രോനൗൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ മൈസെൽഫ് എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണോ എംഫാറ്റിക് ആണോ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കാണ്. നോട്ട് ചെയ്തേക്കുക. ഈ മൈസെൽഫിനെ ഒന്ന് ജസ്റ്റ് വെട്ടി വെച്ചേക്കുക. ഓക്കെ, നമുക്ക് മൈസെൽഫ് വേണ്ട, നമ്മൾ മൈസെൽഫിനെ വെട്ടിവെക്കുകയാണ്. എന്നിട്ട് നോക്കുക നമുക്ക് അവിടെ കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നുണ്ടോ നോക്കുക. ഇപ്പോൾ ഐ ഹേർട്ട് മൈസെൽഫ് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഐ ഹേർട്ട്, ഞാൻ ഹേർട്ട് ചെയ്തു. ആരെ? കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ കംപ്ലീറ്റ് മീനിങ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അതെന്തായിരിക്കും? അത് റിഫ്ലെക്സീവ് ആയിരിക്കും. എളുപ്പ വഴിയല്ലേ അല്ലേ? ഇപ്പം ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞിട്ടുള്ള സെൽഫുള്ള ആൾക്കാരെയാണ് നമ്മൾ റിഫ്ലെക്സീവ് അല്ലെങ്കിൽ എംഫാറ്റിക് പ്രോനൗൺ എന്ന് പറയുക. കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് എങ്ങനെയാണ്? ഈ പറഞ്ഞിട്ടുള്ള മൈസെൽഫ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള വാക്കുകളെ ഒന്ന് കട്ട് ചെയ്യുക, നോക്കുക നിങ്ങൾക്ക് കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഐ ഹേർട്ട്, ഞാൻ ഹേർട്ട് ചെയ്തു. അപ്പോൾ കംപ്ലീറ്റ് മീനിങ് ഇല്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റിഫ്ലെക്സീവ് പ്രോനൗൺ. വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇനി എംഫാറ്റിക് പ്രോനൗണിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഐ മൈസെൽഫ് സോ ഹിം ഡു ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ മൈസെൽഫിനെ ഞാൻ വെട്ടുകയാണ്. നേരത്തെ പറഞ്ഞു സെൽഫ് വെച്ചിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ നമുക്കിവിടെ മൈസെൽഫിനെ വെട്ടാം. ഐ സോ ഹിം ഡു ഇറ്റ്, ഞാൻ കണ്ടു അവൻ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതേ മീനിങ് തന്നെ ഐ മൈസെൽഫ് സോ ഹിം ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ ശരിയല്ലേ? അപ്പം മൈസെൽഫ് ഇല്ലെങ്കിലും നമുക്ക് ആ സെൻറ്റൻസിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആണ്. ശരിയല്ലേ? അപ്പോൾ മൈസെൽഫ് ഇല്ലെങ്കിലും നമുക്ക് കംപ്ലീറ്റ് മീനിങ് കിട്ടുകയാണെങ്കിൽ അതെന്തായിരിക്കും? അത് എംഫാറ്റിക് പ്രോനൗൺ ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ മൈസെൽഫ് എന്തിനു വേണ്ടിയിട്ടാണ്? എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? ഈ ഐനെ കുറിച്ച് എംഫസൈസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു വേർഡാണ് മൈസെൽഫ്.
ക്ലിയർ ആണല്ലോ. അടുത്ത എക്സാമ്പിൾ നോക്കിയേ, നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ദ ചീഫ് മിനിസ്റ്റർ ഹിംസെൽഫ് വെൽക്കംഡ് അസ്. ഹിംസെൽഫ് വെട്ടി നോക്കാം. ചീഫ് മിനിസ്റ്റർ വെൽക്കംഡ് അസ് അല്ലേ? അപ്പോൾ കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നില്ലേ? ചീഫ് മിനിസ്റ്റർ ഞങ്ങളെ വെൽക്കം ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് എംഫാറ്റിക്. അടുത്ത എക്സാമ്പിൾ നോക്കാം. കിട്ടുന്നുണ്ടോ? ഇപ്പൊ ചെറിയൊരു ഐഡിയ എങ്കിലും കിട്ടിയില്ലേ? അടുത്ത എക്സാമ്പിൾ നോക്കുക. ഷിപ്പ് ഇറ്റ് സെൽഫ് ഇസ് നോട്ട് വെരി ലാർജ്. ഇറ്റ് സെൽഫിനെ ഞാൻ വെട്ടി. ഓക്കെ, ഷിപ്പ് ഇസ് നോട്ട് വെരി ലാർജ്. അപ്പോൾ ഷിപ്പ് അത്ര വലുതല്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഷിപ്പ് ഇറ്റ് സെൽഫ് ഇസ് നോട്ട് വെരി ലാർജ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് മീനിങ് വരുന്നത് അല്ലേ? പക്ഷേ ഇറ്റ് സെൽഫ് എന്താ ചെയ്തേ? ഷിപ്പിനെ ഒന്നും കൂടെ ഒന്ന് എംഫസൈസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നുണ്ടെങ്കിൽ അത് എംഫാറ്റിക് പ്രോനൗണും, കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നില്ലെങ്കിൽ അത് റിഫ്ലെക്സീവ് പ്രോനൗൺ. ഓക്കെ, ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. നിങ്ങൾ തന്നെ പറയാം കേട്ടോ. ഹീ കിൽഡ് ഹിംസെൽഫ്. ഇവിടെ ഹിംസെൽഫ് എന്ന് പറയുന്നത് ഏത് പ്രോനൗൺ ആണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഹീ കിൽഡ് ഹിംസെൽഫ്. ഹിംസെൽഫ് എന്ന് പറയുന്നത് ഏത് പ്രോനൗൺ ആണ്? അവൻ കൊന്നു. ആരെ കൊന്നു? നമുക്കറിയില്ല അല്ലേ? അപ്പോൾ അവിടെ കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നില്ല. അപ്പോൾ അതേതായിരിക്കും? വേഗം പറ. അത് റിഫ്ലെക്സീവ് അല്ലേ? റിഫ്ലെക്സീവ് പ്രോനൗൺ. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇനി അടുത്തത് ഐ മൈസെൽഫ് സോ ഹിം. മൈസെൽഫ് ഞാൻ വെട്ടിക്കളയാണ്. ഓക്കെ, ഐ സോ ഹിം, ഞാൻ അവനെ കണ്ടു അല്ലേ? കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നില്ലേ? ഐ സോ ഹിം, ഞാൻ അവനെ കണ്ടു. ഐ മൈസെൽഫ് സോ ഹിം എന്ന് പറഞ്ഞാലും ഞാൻ തന്നെയാണ് അവനെ കണ്ടിട്ടുള്ളത്. ഞാൻ തന്നെയാണ് അവനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഫുൾ മീനിങ് കിട്ടുകയാണ്, കംപ്ലീറ്റ് മീനിങ് കിട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? വേഗം പറ. ആൻസർ എംഫാറ്റിക് അല്ലേ? അപ്പോൾ ഇവിടെ മൈസെൽഫ് എന്ന് പറയുന്നത് എംഫസൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. ഐ സോ ഹിം മൈസെൽഫ്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇവിടെ മൈസെൽഫ് ഇതേ ഐയുടെ തൊട്ടിപ്പുറത്ത് വന്നു. അടുത്ത ചോദ്യത്തിൽ മൈസെൽഫ് ഐ ഇവിടെയും മൈസെൽഫ് ലാസ്റ്റും ആണ് കേട്ടോ. നല്ല പോലെ ഒന്ന് ആലോചിച്ചിട്ട് എല്ലാവരും പറഞ്ഞേ, എന്തായിരിക്കും ആൻസർ വരിക? ഐ സോ ഹിം മൈസെൽഫ്. വേഗം പറഞ്ഞോളൂ. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? മൈസെൽഫിനെ വെട്ടിക്കളയുക. ഐ സോ ഹിം. കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും? വേഗം പറ. അത് എംഫാറ്റിക്. അപ്പോൾ മൈസെൽഫ് ഇവിടെ ഫ്രണ്ടിൽ വന്നാലും കുഴപ്പമില്ല, ലാസ്റ്റിൽ വന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ മൈസെൽഫിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ടല്ല നമ്മൾ എംഫാറ്റിക് ആണോ റിഫ്ലെക്സീവ് ആണോ തീരുമാനിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആവണ്ടല്ലോ? ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഇനി നിങ്ങളോട് ഇതേപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ആൻസർ ചെയ്യും എന്ന് വിചാരിക്കണം കേട്ടോ. അടുത്ത് നോക്കിയേ. ദ ക്യാറ്റ് ഓപ്പൺ ദി ഡോർ ഇറ്റ് സെൽഫ്. എല്ലാവരും നല്ലപോലെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ക്യാറ്റ് ഓപ്പൺ ദി ഡോർ ഇറ്റ് സെൽഫ്. ഇറ്റ് സെൽഫ് എന്തായിട്ട് വരും? വേഗം പറ. എംഫാറ്റിക് ആണോ റിഫ്ലെക്സീവ് ആണോ? വെട്ടിക്കളയാ. നോക്കുക. ക്യാറ്റ് ഓപ്പൺ ദി ഡോർ. ആരാണ് ഡോർ ഓപ്പൺ ചെയ്തേ? ക്യാറ്റ് ആണ് അല്ലേ? അപ്പോൾ കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നുണ്ട്. ഇനി പറഞ്ഞു തന്നെ ഏതായിരിക്കും? എംഫാറ്റിക് ആണോ റിഫ്ലെക്സീവ് ആണോ? കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നുണ്ടെങ്കിൽ അത് വേഗം പറ. എംഫാറ്റിക് അല്ലേ? എംഫാറ്റിക്. കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നില്ലെങ്കിൽ അത് ഏതായിരിക്കും? അത് റിഫ്ലെക്സീവ്. ഇപ്പോൾ ഏതാണ്ടൊക്കെ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വർക്കൗട്ട് ചെയ്യണം കേട്ടോ. ഈ ജസ്റ്റ് ക്ലാസ് മാത്രം കേട്ടാൽ പോരാ, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അടുത്ത ചോദ്യം. വി ഓഫൺ ഡിസീവ് അവർ സെൽസ്. ഇവിടെ അവർ സെൽസ് എന്ന് പറയുന്നത് എന്താണ്? ആലോചിച്ചിട്ട് വേഗം പറ. വി ഓഫൺ ഡിസീവ്. ഡിസീവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ചീറ്റ് ചെയ്യുക അല്ലേ? ഓക്കെ, അപ്പോൾ പറഞ്ഞോളൂ. വി ഓഫൺ ഡിസീവ് അവർ സെൽസ്. അവർ സെൽസ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും? റിഫ്ലെക്സീവ് ആണോ എംഫാറ്റിക് ആണോ? വേഗം പറഞ്ഞോ. നമ്മുടെ ആൻസർ ഇത് ഞാൻ വെട്ടിക്കളയാണ് അല്ലേ? വി ഓഫൺ ഡിസീവ്. ആരെ ഡിസീവ് ചെയ്യുന്നു? ആരെ ചീറ്റ് ചെയ്യുന്നു? കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് റിഫ്ലെക്സീവ്. മനസ്സിലായല്ലോ? കിട്ടുന്നുണ്ടല്ലോ. വി ഓഫൺ ഡിസീവ്. ആരെ ചീറ്റ് ചെയ്യുന്നു? കംപ്ലീറ്റ് മീനിങ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ അവർ സെൽസും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് കംപ്ലീറ്റ് മീനിങ് കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സെൽസ് എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് പ്രോനൗൺ. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഹീ കിൽഡ് ഹിംസെൽഫ്. ഹിംസെൽഫിനെ വെട്ടി. അവൻ കൊന്നു. ആരെ കൊന്നു? കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നില്ല. സോ അത് റിഫ്ലെക്സീവ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഈ പോർഷൻ എല്ലാവർക്കും കിട്ടിയില്ലേ? അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇനി PSC റിഫ്ലെക്സീവും അല്ലെങ്കിൽ എംഫാറ്റിക്കും അല്ലെങ്കിൽ ഇപ്പോൾ മൈസെൽഫ് എന്നുള്ളൊരു വേർഡ് കൊടുത്തിട്ട് റിഫ്ലെക്സീവ് ആണോ എംഫാറ്റിക് ആണോ അല്ലെങ്കിൽ പേഴ്സണൽ പ്രോനൗൺ ആണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത, അതുപോലെ തന്നെ നമ്മുടെ ഡെമോൺസ്ട്രേറ്റീവ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഒരാളെയും കൂടെ പരിചയപ്പെടാം. ഇൻഡെഫിനിറ്റ് പ്രോനൗൺ. ഓക്കെ, ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. അത് ജനറൽ ആയിട്ട് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇൻഡെഫിനിറ്റ് അല്ലേ? ഡെഫിനിറ്റ് അല്ല. അപ്പോൾ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആർ പ്രോനൗൺസ് ദാറ്റ് ആർ യൂസ്ഡ് ടു റെഫർ ടു സംവൺ ഓർ സംതിങ് ഇൻ എ ജനറൽ വേ.
ഓക്കെ, ജനറലായിട്ട് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. വിത്തൗട്ട് ബീങ് സ്പെസിഫിക് അബൌട്ട് ഹും ഓർ വാട്ട് യു ആർ റെഫറിങ് ടു. വിത്തൗട്ട് ബീങ് സ്പെസിഫിക്, നമുക്ക് സ്പെസിഫിക് ആയിട്ട് അറിയില്ല, ജനറൽ ആയിട്ട് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വൺ ഷുഡ് കീപ് വൺസ് പ്രോമിസ്. അപ്പോൾ ഈ വൺ എന്ന് പറയുന്നത് ഓക്കെ എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് പ്രോനൗണാണ്. കാരണം നമുക്കറിയില്ല, വൺ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ ആരാണെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല, നമ്മൾ ജനറലായിട്ട് പറയല്ലേ. അപ്പോൾ അതേപോലെ ജനറലായിട്ട് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോനൗണാണ് നമ്മുടെ ഇൻഡെഫിനിറ്റ് പ്രോനൗൺ. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ PSCയുടെ ഫേവറേറ്റ് ആണ്. ഇതേപോലെ വണ്ണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്ന കേസുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോനൗൺ നോക്കിയേ, വൺസ് എന്ന് പറഞ്ഞാണ് കൊടുക്കുക. അപ്പോൾ വൺ ഷുഡ് കീപ് വൺസ് പ്രോമിസ്, അല്ലാതെ ഹിസ് പ്രോമിസ് അല്ല, വൺസ് പ്രോമിസ് കേട്ടോ. അപ്പോൾ വൺ വരുമ്പോൾ അവിടെ എന്ത് യൂസ് ചെയ്യണം? വൺസ് തന്നെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ഇൻഡെഫിനിറ്റ് പ്രോനൗൺ. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ണ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ പ്രോനൗൺ ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വൺസ് തന്നെ യൂസ് ചെയ്യണം. ഹിസ് അല്ലെങ്കിൽ ഹെർ അല്ല നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ള കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു 2 റൂളും കൂടെ പഠിക്കാനുണ്ട്. അതും കൂടെ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള പ്രോനൗൺ എന്ന് പറഞ്ഞുള്ള ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ള റൂൾ എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു പലർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും, 2 3 1 അല്ലെങ്കിൽ 1 2 3 റൂള്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു റൂളിലേക്ക് കയറുന്നേക്കാൾ മുമ്പ് നമുക്ക് കുറച്ച് ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാം. ആരൊക്കെയാണ്? ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ എന്ന് നമ്മൾ പറയുന്നത് ആരൊക്കെയാണ്? ഐയും വിയും ആണ്. എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോണേ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഐയും വിയും. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് ആരാ? സെക്കൻഡ് പേഴ്സൺ യു ആണ്. തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ആരാ? ഹി, ഷീ, ഇറ്റ്, ദേ. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐയും വിയും ആണ് വരുന്നത്. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ യു ആണ്. തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഇറ്റ് അല്ലെങ്കിൽ ദേ. ഇനി ഏതെങ്കിലും പേരുകളൊക്കെ വരികയാണെങ്കിൽ നമുക്കതിനെ തേർഡ് പേഴ്സൻ്റെ കാറ്റഗറിയിൽ പറയാം കേട്ടോ. ഇതെല്ലാവരും പഠിച്ചോ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് റൂൾ നോക്കാം. ഫസ്റ്റ് പേഴ്സൺ ഐയും വിയും, സെക്കൻഡ് പേഴ്സൺ യു, തേർഡ് പേഴ്സൺ ഹി, ഷീ, ഇറ്റ്, ദേ. ഓക്കെ, അപ്പോൾ നമുക്കിനി റൂള് നോക്കാം. നമ്മുടെ റൂള് പറയുന്നത്, നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഐഡിയ പറയുമ്പോൾ, പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഒരു ഐഡിയ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഈ പ്രോനൗൺസ്, ഇതെല്ലാം പ്രോനൗൺസ് നമുക്കറിയാലോ, ഈ പ്രോനൗൺസ് നമ്മളൊരു പെർട്ടിക്കുലർ രീതിയിലായിരിക്കും പറയേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പറയാന്നുള്ളത് നോക്കാം. അതിൻ്റെ ഓർഡറാണ് 2 3 1. ഇങ്ങനെയാണ് 2 3 1. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ യു, ഐ ആൻഡ് ഷീ ഹാവ് കംപ്ലീറ്റഡ് ദി വർക്ക്. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു. അപ്പോൾ ഈ സെൻറ്റൻസ് കൊടുത്തു. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ നമുക്കറിയാം ഇതിൽ ഒന്നിൽ കൂടുതൽ പ്രോനൗൺസ് ഉണ്ട് അല്ലേ? യു ഉണ്ട്, ഐ ഉണ്ട്, ഷീ ഉണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോനൗൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ പറയുക? അതായത് യു, ഐ, ഷീ എന്നാണോ പറയുക? ഐ, ഷീ, യു എന്നാണോ പറയുക? ഇങ്ങനെ പറയുക. അപ്പോൾ പലരും ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇതൊന്ന് പറഞ്ഞു നോക്കും. യു, ഐ ആൻഡ് ഷീ ഹാവ് കംപ്ലീറ്റഡ് ദി വർക്ക്. പറയുമ്പോൾ രസമുണ്ട്, അപ്പോൾ അതാണ് ആൻസർ. അങ്ങനെയല്ല അല്ലേ? അപ്പോൾ നമുക്ക് ഗ്രാമാറ്റിക്കായിട്ട് കുറച്ച് റൂൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. അതാണ് നമ്മൾ പറഞ്ഞ 2 3 1 എന്ന് പറഞ്ഞിട്ടുള്ള റൂള്. പോസിറ്റീവായിട്ടുള്ള കാര്യം പറയുമ്പോൾ ആദ്യം ഈ 2 നമ്മൾ പറഞ്ഞില്ലേ, 2 എന്ന് പറയുന്നത് ആദ്യം നമ്മൾ പറയേണ്ടത് സെക്കൻഡ് പേഴ്സണെ പറയണം. ഇവിടെ നോക്കിയിട്ട് പറഞ്ഞ സെക്കൻഡ് പേഴ്സൺ ആരാ? യു അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ യു എന്ന് വേണം പറയാനായിട്ട്. പിന്നെ ആരാ പറയണം? തേർഡ് പേഴ്സൺ 3 അല്ലേ? അപ്പോൾ 3 എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹി, ഷീ, ഇറ്റ്, ദേ. ഇതിൽ ആര് വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയിട്ട് പറഞ്ഞോളൂ, തേർഡ് പേഴ്സൺ ആരാ? ദേ ഇവിടെ ഷീ ഇരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ യുവിന് ശേഷം ആര് വരണം? ഷീ വരണം. ലാസ്റ്റ് ആണ് 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ, അതായത് ഐ വരേണ്ടത്. മനസ്സിലായോ? യു, ഷീ ആൻഡ് ഐ എന്നുള്ള രീതിയിൽ വരേണ്ടത്. അല്ലാതെ നമ്മൾ ഓരോന്ന് വായിച്ച് പറയാനുള്ള രസം അനുസരിച്ചിട്ടല്ല നമ്മളിതിനെ അറേഞ്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഓർഡർ നോക്കുക. യു, ഷീ ആൻഡ് ഐ ഹാവ് കംപ്ലീറ്റഡ് ദി വർക്ക്. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇത് തെറ്റാണ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. റോമ, ഐ ആൻഡ് യു ഹാവ് ഫിനിഷ്ഡ് അവർ വർക്ക്. ഇതിനെ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് പറയുമ്പോൾ എങ്ങനെ വരും? റോമ, ഐ ആൻഡ് യു ഹാവ് ഫിനിഷ്ഡ് അവർ വർക്ക്. ഓക്കെ, പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ അറിയാം, പോസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെ പറഞ്ഞിട്ട് വേണം നമ്മളെ പറയാൻ കേട്ടോ. അപ്പോൾ ഐയൊക്കെ ലാസ്റ്റേ വരുള്ളൂ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. അപ്പോൾ പറഞ്ഞോളൂ, എങ്ങനെ വരണം? ആദ്യം സെക്കൻഡ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ യു അല്ലേ സെക്കൻഡ് വരിക? അപ്പോൾ യു, ഇത് സെക്കൻഡ് പേഴ്സൺ. പിന്നെ 3 എന്ന് പറയുമ്പോൾ ഏതാ വരിക? റോമ. ഞാൻ പറഞ്ഞില്ലേ പേരുകളൊക്കെ വരുന്നത് തേർഡ് പേഴ്സണിലാണ് കേട്ടോ. പിന്നെ ഫസ്റ്റ് പേഴ്സൺ ആരാ?
ഐ ആണ്. അപ്പം എങ്ങനെ വരണം? യു ആദ്യം വരണം അല്ലേ? പിന്നെ സെക്കൻഡ് പേഴ്സൺ ആയിട്ട് ഫസ്റ്റ് ആര് വരണം? യു വരണം. പിന്നെ തേർഡ് പേഴ്സൺ ആയിട്ടുള്ള റോമ വരണം. പിന്നെ ആര് വരണം? ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഐ വരണം. അപ്പോൾ യു, റോമ ആൻഡ് ഐ ഹാവ് ഫിനിഷ്ഡ് അവർ വർക്കാണ് നമ്മുടെ ആൻസർ. കിട്ടുന്നുണ്ടോ? 2, 3, 1 എന്ന് പറഞ്ഞിട്ടുള്ള റൂള് പഠിക്കുക. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. 2, 3, 1 എന്ന് പറഞ്ഞിട്ടുള്ള റൂൾ പഠിക്കുക. പിന്നെ നമ്മുടെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഇത് അറിഞ്ഞാലേ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സെറ്റ് അല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? ഓക്കെ. ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക, പേരുകൾ വരുമ്പോൾ അത് ഏതിലാണ് വരിക? തേർഡ് പേഴ്സൺ ആയിട്ടാണ് വരിക. ഇനി നമ്മുടെ ഇതേപോലെ തന്നെ ഒരു റൂളും കൂടിയുണ്ട്, നമ്മുടെ 1, 2, 3 റൂള്. അതെന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, 2, 3, 1 എന്ന് പറയുന്നത് പോസിറ്റീവ് കാര്യങ്ങൾ പറയാനാണ് നമ്മൾ 2, 3, 1 റൂൾ യൂസ് ചെയ്യുക. ഇനി 1, 2, 3 റൂൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതായത് ഒരു സെൻറ്റൻസിൽ ഒന്നിൽ കൂടുതൽ പ്രോനൗൺസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് കൺവേ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഓർഡർ എങ്ങനെയായിരിക്കണം? നെഗറ്റീവ് ആണെങ്കിൽ 1, 2, 3 എന്നുള്ള രീതിയിൽ വേണം നമ്മൾ പറയാനായിട്ട്. നേരത്തെ പോസിറ്റീവ് ആയപ്പോൾ 2, 3, 1 പറഞ്ഞു, നെഗറ്റീവ് ആയപ്പോൾ 1, 2, 3. അപ്പോൾ എങ്ങനെയാ നോക്കിയേ? ഇത് ഇവിടെ ഒരു സെൻറ്റൻസ്, ഷീ, യു ആൻഡ് ഐ ഡിഡ് റോങ് ആൻഡ് വിൽ ബി പണിഷ്ഡ്. ഓക്കെ. അപ്പോൾ ഇവിടെ എങ്ങനെ വരണം? പണിഷ്ഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, നെഗറ്റീവ് ഐഡിയ ആണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് വരണ്ടേ? ആദ്യം പറഞ്ഞോളൂ, 1, 2, 3. 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ആദ്യം ആര് വരണം? നമ്മുടെ ഐ വരണം അല്ലേ? ഫസ്റ്റ് പേഴ്സൺ. പിന്നെ യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ. പിന്നെ വേണം നമ്മുടെ തേർഡ് പേഴ്സൺ ആയിട്ടുള്ള ഷീ വരാൻ. അപ്പോൾ ഓർഡർ എങ്ങനെ വരണം? ഐ, പറഞ്ഞോളൂ, ഐ, യു ആൻഡ് ഷീ. അപ്പം നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ തന്നെ കുറ്റസമ്മതം നടത്തുക എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം അല്ലേ? ഐ തന്നെ ആദ്യം വരണം, ഞാൻ തന്നെ ആദ്യം അങ്ങ് കുറ്റസമ്മതം നടത്തുക, പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയാം കേട്ടോ. അപ്പം ഐ, യു ആൻഡ് ഷീ ഡിഡ് റോങ് ആൻഡ് വിൽ ബി പണിഷ്ഡ്. ഓക്കെ, കിട്ടിയല്ലോ? അപ്പം ഇങ്ങനെ വേണം പറയാനായിട്ട്. ഇത് തെറ്റാണ്. ഓക്കെ. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ദേ, വി ആൻഡ് യു ഹാവ് പ്ലാൻഡ് എ പാർട്ടി. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? ഒരു സെൻറ്റൻസിൽ ഒന്നിൽ കൂടുതൽ പ്രോനൗൺസ് ഉണ്ടെങ്കിൽ അതിനെ അറേഞ്ച് ചെയ്യാനുള്ള 2 റൂൾ നമ്മൾ പഠിച്ചു. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ പറയുക? നമ്മുടെ ഓർഡർ എങ്ങനെയായിരുന്നു? 2, 3, 1 എന്നുള്ള ഓർഡറിൽ പറയണം. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ 1, 2, 3 എന്നുള്ള ഓർഡറിൽ വേണം പറയാനായിട്ട് അല്ലേ? അപ്പോൾ ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്ലാൻഡ് എ പാർട്ടി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2, 3, 1 എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡറിൽ പറയണം. അപ്പോൾ ആദ്യം ആര് വരണം? 2 എന്ന് പറയുമ്പോൾ യു വേണം ആദ്യം വരാനായിട്ട്. പിന്നെ 3 വരണം അല്ലേ? 3 എന്ന് പറയുമ്പോൾ ദേ ആണ് അല്ലേ? ദേ ആണ് തേർഡ് പേഴ്സൺ. പിന്നെ വേണം ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഐ അല്ലെങ്കിൽ വി വരാനായിട്ട്. ഓക്കെ. അപ്പോൾ യു, ദേ ആൻഡ് വി ഹാവ് പ്ലാൻഡ് എ പാർട്ടി എന്ന് പറയുന്നതാണ് ശരി. ഇത് തെറ്റാണ്. മനസ്സിലായോ? വളരെ സിമ്പിളായിട്ടുള്ള, വളരെ എന്താ പറയുക, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് നമ്മുടെ പ്രോനൗൺസ്. അപ്പോൾ നമ്മൾ പ്രോനൗൺസിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോനൗൺസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ സിമ്പിളായിട്ട് തന്നെ പഠിക്കുക. പിന്നെ അവിടെ എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ഒരു കൺഫ്യൂഷൻ വരാനുള്ളൊരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ റിഫ്ലക്സീവും എംഫാറ്റിക് ആണ്. അത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ടെക്നിക്കൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് 1, 2, 3 റൂളും 2, 3, 1 അത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? യൂസ്ഫുൾ ആയില്ലേ? തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.